നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രുദ്ര നക്ഷത്രക്കാർ 9 നക്ഷത്രങ്ങളാണ്. ഇവരുടെ ജീവിതത്തിൽ നിരവധി പ്രത്യേകതകളും നമുക്ക് കാണാനായിട്ട് കഴിയും. തിരുവാതിര, മൂലം, മകം, ഭരണി, ആയില്യം, അത്തം, ഉത്രാടം, ചതയം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് രുദ്ര നക്ഷത്രക്കാരെന്ന് അറിയപ്പെടുന്നത്. ഇവരുടെ വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ജീവിതത്തിലെ പല രഹസ്യങ്ങളും അവർ ഉള്ളിൽ ഒതുക്കി സൂക്ഷിക്കുന്നവരാണ്. കടലോളം കാര്യങ്ങൾ പോലും അവർ ഉള്ളിൽ ഒതുക്കി മൂടി വെക്കാനുള്ള ഒരു പ്രവണത അവർ കാണിക്കുന്നത്. അത് മുഖത്ത് പ്രകടമാക്കുകയും ചെയ്യുന്നില്ല. അവർ ആരുടെയും സഹാനുഭൂതിക്കോ മറ്റൊരാളുടെ പിന്തുണയ്ക്കോ ആവശ്യപ്പെടുന്നവരുമല്ല. അതുപോലെ തന്നെ അവരുടെ വികാരങ്ങൾ മുഖത്താകാതെ തന്നെ ഉള്ളിലായിരിക്കും. സന്തോഷവും ആനന്ദവും ഉയർച്ചയും എല്ലാം വന്നാലും ഇവർക്ക് പൊങ്ങച്ചവും ഉണ്ടാവില്ല. ഇവർ ശാന്തവും ഗൂഢവുമായ സ്വഭാവക്കാരുമായിരിക്കും. രുദ്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന പ്രത്യേകതകളാണ് ഞാനിവിടെ പറഞ്ഞത്. ജീവിതത്തിലെ ഏതാനും ഘട്ടങ്ങളിൽ ഇവർക്ക് എല്ലാം നഷ്ടമായിരുന്ന ഒരു അനുഭവം വരാനാണ് സാധ്യത. പക്ഷെ ഈ സാഹചര്യത്തിൽ ഇവർ ഈശ്വരനെ മാത്രം ആശ്രയിച്ച് ജീവിതം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നവരുമായിരിക്കും. ഇത്തരം സമയം സ്വന്തം അടുത്തവരായിട്ടും, അതായത് മുമ്പ് ആശ്രയിച്ചവരും സഹായിക്കാൻ തയ്യാറാകാതിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിരുന്നാലും ഇവരുടെ പോരാട്ടം ഫലപ്രദമാകും. ഇവർക്ക് ഭാഗ്യത്തിലൂടെയല്ല, മറ്റുള്ളവരുടെ സഹായത്തിലൂടെയോ അല്ല, സ്വന്തം പരിശ്രമത്തിലൂടെ മാത്രമേ വിജയസാധ്യതയും ലഭിക്കുകയുള്ളൂ. വിയർപ്പും കഠിന പ്രയത്നവും ഇവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറും. ചിലപ്പോൾ സ്വന്തം കഠിന പ്രയത്നമാണ് അവരുടെ വിധി നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഈ നിലയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്മസൗഭാഗ്യം ഉണ്ടായാലും അത് ജീവിതത്തിൽ അനുഭവിക്കാൻ എളുപ്പമാകാത്ത അവസ്ഥകൾ വരെ ഇവർക്ക് വന്നു ചേരാം. രുദ്ര നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകാത്തവരും സ്നേഹപൂർണവരുമായവരുമാവാം. പക്ഷെ അവർ നൽകിയ സഹായം തിരിച്ചടവായിട്ട് പ്രതിഫലിക്കണമെന്നും കരുതുന്നില്ല. ആരായാലും അവരെ സഹായിച്ചവർ തന്നെ ശത്രുവായി തീരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അഥവാ സഹായിച്ചവരാണ് അവസാനം പിരിഞ്ഞു പോവുകയും ചെയ്യുക. ആ വേദന അവരിൽ തങ്ങുകയും ചെയ്യും. രുദ്ര നക്ഷത്രക്കാരൻ ജീവിതത്തിലെ നിരവധി തിരിച്ചറിവുകളും അനുഭവങ്ങളും സമ്പാദിച്ചവരാണ്. ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ അവർക്ക് മുഴുവൻ സമയം കൊണ്ടും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് അനുഭവമാണ് അവരുടെ ഗുരു. ജീവിതത്തിലെ എല്ലാ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലും ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ ഇവരെ തള്ളി കുടുക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ടാകും. എങ്കിലും ഇതും അവരെ തളർത്താതെ അവർ വീണ്ടും ഉയർന്നെണീക്കുമ്പോൾ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈശ്വരനോടൊപ്പം നിന്നുകൊണ്ടാണ് അവർ പോരാട്ടം തുടരുന്നത്. സഹിച്ച് പൊറുത്ത് സ്ഥിരതയോടെ ജീവിച്ചവരാണ് ഈ രുദ്ര നക്ഷത്രക്കാർ. രുദ്ര നക്ഷത്രക്കാരൻ അല്പം വികാരജീവികളാണ്. ഒരു കാലത്ത് വളരെ അടുപ്പമുണ്ടായിരുന്നവരുമായിട്ട് താൽക്കാലികമായി വഴക്കിലാവേണ്ട ഒരു അവസ്ഥകളും സംഭവിക്കാം. ഇത് കൂട്ടുകാരായാലും ബന്ധുക്കളായാലും പങ്കാളികളായാലും ഒക്കെ ആവാം. എത്രമാത്രം അടുപ്പമുള്ളവരായാലും ചില സമയങ്ങളിൽ വളരെ നേരം പിണങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. 28 മുതൽ 35 വയസ്സ് വരെയുള്ള രുദ്ര നക്ഷത്രക്കാരന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ചിലർക്ക് നല്ലതായിരിക്കാം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രതിസന്ധിപരമായ മോശം അനുഭവമായിരിക്കും സൃഷ്ടിക്കുക. ഈ 8 വർഷം ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ സവിശേഷമായ സംഭവങ്ങൾ നിറഞ്ഞ സമയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.